നമ്മളിവിടെ കൽപ്പാത്തിയിലെത്തിയ സമയത്ത് വിഷു വരുന്നു എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കിയല്ലോ അല്ലേ? അപ്പോൾ വിഷുവിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. പച്ചക്കറിയുണ്ട്, വിഷുവിൻ്റെ പ്രത്യേക വിപണികളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു, പച്ചക്കറി ചന്തകളുണ്ട്. ഇതവിടെ കൗതുകകരമായ ഒരു കാഴ്ച കണ്ടത് പലതരത്തിലുള്ള ചെറിയ ചക്കകളുണ്ട്, വരിക്കച്ചക്കകൾ. ആ വരിക്കച്ചക്കകളൊക്കെ നല്ല ചൂട് അപ്പം പോലെ വിറ്റുപോകുന്ന വരിക്കച്ചക്കകളുടെ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമസ്കാരം ചേട്ടാ, ഇത് എല്ലാം വരിക്കയാണോ? പല സൈസിലുള്ള വരിക്ക. ഇതെല്ലാം പഴുത്ത ചക്കകളാണോ? എല്ലാം പഴുത്ത. എന്താ ഇതിന്റെ വില പൊതുവെ? ഇപ്പൊ കിലോ 50 രൂപ. ഇതിപ്പം ഇതിൽ ഈ കൂട്ടത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും വലുതാണ്. അതെ അല്ലേ? അതെ. ഇതിനിപ്പോ എത്ര രൂപ വരും? ഇത് കിലോ 50 വെച്ചിട്ടാണെങ്കിൽ 20 കിലോ ഉണ്ടാവും. 20 കിലോയോ? അപ്പൊ 1000 രൂപയോ? 1000 രൂപ. അപ്പൊ ഒരു ചക്കയ്ക്ക് 1000 രൂപ. നല്ല മധുരമുള്ള ചക്ക തോന്നുന്നു. ഞാൻ ഈ ചക്ക ഇത് പഴുത്താണോ ഇത്? പഴുത്ത്. ഇപ്പൊ കഴിക്കാൻ പറ്റും? കഴിക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഒരു ചുള എടുത്തിട്ട് നമ്മളിത് വാങ്ങിച്ചോളാം. നോക്കൂ, നല്ല വരിക്കച്ചക്ക കൽപ്പാത്തിയിൽ. ഇത് എവിടുത്തെ വരിക്കയാ? ഇത് നമ്മുടെ ഇവിടെ തന്നെ ഉള്ള കൽപ്പത്തി ഉള്ള അസല് ടേസ്റ്റ് കേട്ടോ. ഇതിനിപ്പം ഒരു പീസിന് എത്രയാ? 100 രൂപ. അപ്പോൾ 2 പീസ് നമ്മൾ എടുത്തിരിക്കുന്നു. 2 പീസ്. അപ്പോൾ സുധി, നമുക്കിതിൻ്റെ പൈസ കൊടുത്ത് നിങ്ങൾ എടുത്തേക്കാം. നല്ല മധുരമുള്ള വരിക്കച്ചക്ക, നല്ല വിഷുവിന് നല്ല ഈ ചക്ക കണി കാണാനും കൊള്ളാം, ഒപ്പം തന്നെ കണി കണ്ടിട്ട് ആ ചക്ക കഴിക്കുകയും ചെയ്യാം. വിഷുവിന്റെ സമയത്താണ് ഇവിടെ കച്ചവടം കൂടുതൽ. അല്ലാത്ത സമയത്തുണ്ട് വിഷുവിന് കൂടും. അപ്പൊ ഇത് പാലക്കാട് ഭാഗത്തുനിന്ന് പാലക്കാടുള്ള അല്ലേ? ഒരു തരത്തിലുള്ള മായവും ഇല്ലാത്ത ഭക്ഷണമാണ് യഥാർത്ഥ ചക്ക അല്ലേ? മാങ്ങ അതേപോലെ വൈക്കോലിൽ വെച്ച് പഠിപ്പിക്കുന്നതാണ്. വൈക്കോൽ വെച്ച് പഠിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ഇവിടെ തന്നെയുള്ള ഗ്രാമത്തിലുള്ളതാ. ഇത് എത്ര രൂപ വില കിലോ? അത് കിലോ 200 രൂപ. കിലോ 200 രൂപ. ഈ വെയിൽ എത്ര നേരം കൊള്ളു ഇത് വിറ്റ് തീരാൻ? എന്താ ചെയ്യാ? വൈകുന്നേരം വരെ ഉണ്ടോ? വൈകുന്നേരം വരെ ആകുമ്പോഴേക്കും ഇത് വിറ്റ് തീരും. ഓക്കെ. അപ്പൊ നോക്കി, ഇത് ഈ ചക്കയ്ക്ക് 1000 രൂപയാണ്, കിലോയ്ക്ക് 50 രൂപയാണ്. അപ്പം ഈ 2 പീസാണ് നമ്മൾ എടുക്കുന്നു. കഴിച്ചാൽ നമ്മൾ കഴിച്ചോണ്ടേയിരിക്കും അല്ലേ? ഈ തണുപ്പത്ത് നല്ല ഈ ചൂടത്ത് നല്ല വരിക്കച്ചക്കയാണ്. അതിന് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ കൊള്ളാം. അപ്പോൾ നമ്മൾ ചക്കയുമായിട്ട് യാത്ര തുടരുന്നു. അപ്പോൾ 2 പീസ് നമ്മൾ എടുത്തു. പൈസ ഇവിടുന്ന് തരും കേട്ടോ. അപ്പോൾ 2 പീസ് വരിക്കച്ചക്ക നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകരും വരിക, കൽപ്പാത്തിയിലേക്ക് വരിക. അവിടെ വിഷു വിപണിയൊക്കെ സജീവമാവുന്നു. വിഷുവിൻ്റെ ആഘോഷത്തിൻ്റെ ഒരുക്കത്തിലാണ്. വിഷു ഒക്കെ വന്നോ? ഒത്തിക്കൊണ്ടിരിക്കുന്നു, സ്പീഡായി വന്നോണ്ടിരിക്കുന്നു. അതിന്റെ ഒരുക്കങ്ങളിലേക്കാണ്. അതെ. ഹാപ്പി ആണല്ലോ. ചൂട് എങ്ങനെയുണ്ട്? ഹൈ ചൂടല്ലേ? പൊളിറ്റിക്കൽ ചൂട് എങ്ങനെ? രാഷ്ട്രീയ ചൂട് ശക്തമായ മത്സരമാണോ? ശക്തമായ മത്സരമാണോ? അതെ, ശക്തമായ LDF-ഉം BJP-യും ആര് വിജയിക്കുമെന്ന് പറയാൻ പറ്റുമോ? അത്രയ്ക്ക് കടുത്ത മത്സരമാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഉള്ളത് കൽപ്പാത്തിയിലാണ്. നല്ല വരിക്കച്ചക്കയുടെ മധുരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്.